PM-ശ്രീ പദ്ധതിയിൽ LDF-ൽ പ്രശ്നം തുടരുന്നതിനിടെ ഡൽഹിയിൽ CPM ഓഫീസിലെത്തി CPI ജനറൽ സെക്രട്ടറി D. രാജ. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു രാജയുടെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കേണ്ടത് രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വമാണെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. PM-ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന കാര്യം അറിയിച്ചിരുന്നു എന്ന ചോദ്യത്തിനും MA ബേബി മറുപടി നൽകിയില്ല. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. PM-ശ്രീ നടപ്പിലാക്കിയതിന് പിന്നിലുള്ള ABVPയുടെ സമരവിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തി തൃശൂർ നഗരത്തിൽ ABVP പ്രവർത്തകരുടെ പ്രകടനം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് അഭിനന്ദനവും പ്രതീകാത്മകമായി ഇവർ രേഖപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടി ധരിച്ചാണ് ABVPയുടെ പ്രകടനം. തത്സമയം വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, കേന്ദ്ര പദ്ധതി PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ABVPയുടെ ആഹ്ലാദ പ്രകടനം. കാരണം ABVPയുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ അത്രത്തോളം പ്രസക്തവുമാണല്ലേ? KP, തീർച്ചയായിട്ടും അതിലൊരു വലിയൊരു അഭിനന്ദനം അല്ലെ വിദ്യാഭ്യാസ മന്ത്രിക്കും സംസ്ഥാന സർക്കാരിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടാണ് ABVPയുടെ തൃശൂർ മഹാനഗറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആഹ്ലാദ പ്രകടനം, ഒരു പ്രകടനം അർപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് ഈ ഒരു കാലയളവിൽ ഈ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാലയളവിൽ ABVPയുടെ പ്രക്ഷോഭവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളും അടക്കം നമ്മളെല്ലാം കണ്ടതാണ്. അത്തരത്തിൽ അവസാനം ABVP പറഞ്ഞതിലേക്ക്, ABVPയുടെ ആവശ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മാറിയത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ABVP അതിൽ ആഹ്ലാദ പ്രകടനം, അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടി അടക്കം അണിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്പം മുമ്പ് അവർ പൊന്നാട അണിയിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രതീകാത്മകമായിട്ട് മധുരം കൈമാറിയിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു നാൾ വഴി, ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ABVP നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് നാൾ വഴി ഏറ്റവും അവസാനം ABVPയുടെ ഒരു ചരിത്ര വിജയം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തന്നെ അക്ഷയ് തന്നെ കൂടെ ചേരുകയാണ്. അക്ഷയ്, ഈ ഒരു കാലയളവിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് അവസാനം നടന്നിരിക്കുകയാണ് അല്ലേ? ഇത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിജയമാണ്. നമ്മൾക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി, അതുകൊണ്ട് തന്നെ 1600-ൽ പരം കോടി രൂപ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു പദ്ധതി, അത് CPI പോലെയുള്ള അവരുടെ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ വിജയമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വിജയമാണ്. അതുകൊണ്ടാണ് ABVP ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പൊന്നാടണിയിച്ചുകൊണ്ട് മധുരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇതേ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് AIYFന്റെ വലിയൊരു മാർച്ചൊക്കെ നടക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും അവസാനം ABVP പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ മാറി. തീർച്ചയായിട്ടും, അതായത് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, EU ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോവുകയും ചെയ്തു. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ AISF-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയമാണ്. ആ വിഷയം നടപ്പിലാക്കുവാൻ അത് ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രഷറൈസ് ചെയ്യരുത്. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കുന്ന വിഷയമാണെന്നാണ് ABVP പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ AIYF ഒക്കെ ഇതിൽ തന്നെ ഈ ഒരു പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങാനുള്ള കാരണം, ഇത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് പകരം അവരെന്താണ് ഈ പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. AISF-നെ പോലെ ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ആഭാസങ്ങൾ നടത്തുന്നത്. എന്നാൽ അവർ കേരളത്തിലെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു. ആ വഞ്ചന കേരളത്തിലെ വിദ്യാർത്ഥികൾ പൊറുക്കില്ലെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും, അതായത് ഈ പദ്ധതിനെ കേരളം ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോൾ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്ന. ആദ്യഘട്ടത്തിലൊക്കെ ഇതിനെ എതിർത്ത് നിന്ന SFIയും ഒപ്പം തന്നെ DYFI അടക്കമുള്ളവർ അതിനെ അംഗീകരിക്കുന്നു, സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ AIYFന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സമരമൊക്കെ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ABVP വ്യക്തമാക്കുന്നത്. KP, സാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ PM-ശ്രീ നടപ്പിലാക്കിയതിന് പിന്നിലുള്ള ABVPയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. ആ ഒരു സമരത്തിന്റെ വിജയം തന്നെയാണ്, ആ സമര വിജയം തന്നെയാണ് ഇപ്പോൾ ആഹ്ലാദമായി രേഖപ്പെടുത്തുന്നത്. ABVP വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടിരുന്നു. നേതാക്കൾ ഈശ്വരപ്രസാദ് അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം
സർക്കാർ ഇതിൽ ഒപ്പിടാനുള്ള ഒരു തീരുമാനമെടുത്തത്. കാരണം കേന്ദ്ര പദ്ധതിയാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു ആ പദ്ധതിയെ. കാരണം അതിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിലേക്ക് ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും എത്തുമ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം തന്നെയാണ് ABVPയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അത് ABVPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതല്ല. മുൻ നാൾ വഴികളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും ABVP ഈ ഒരു തരത്തിലൊരു ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വലിയൊരു മധുരം കൈമാറിക്കൊണ്ട് അല്ലെങ്കിൽ മധുരം പങ്കിട്ടുകൊണ്ട് പ്രതീകാത്മകമായിട്ടാണെങ്കിലും മധുരം പങ്കിട്ടുകൊണ്ടുള്ള ഒരു സമരമൊന്നും അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനമൊന്നും നമ്മൾ കണ്ടിട്ടുള്ള അല്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് ABVPയുടെ ഒരു വലിയൊരു സന്തോഷ പ്രകടനം അത് കേരളത്തിൽ തൃശ്ശൂരിൽ നടക്കുന്നു, തൃശ്ശൂർ മഹാനഗറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന നാൾ വഴിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ABVPയുടെ സമരം, അതിനെ തുടർന്ന് പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾ, ABVPയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അടക്കം പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അവർ ആശുപത്രിയിൽ ചികിത്സ നേടേണ്ടി വന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അത്തരത്തിൽ ABVP നടത്തിയിട്ടുള്ള ആ ഒരു സമര പോരാട്ടങ്ങളുടെ ഒരു വിജയമാണ്. ഒപ്പം തന്നെ ഈ എന്താണോ ഇതിന്റെ ഗുണഫലങ്ങളെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് കേരളവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, അതായത് AYFന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ കേവലം ഒരു ഗിമ്മിക്ക് എന്ന് പറഞ്ഞ് ABVP അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു. ഒപ്പം തന്നെ ഇതും വരുന്ന ആളുകളിൽ അത് AYFും CPI അടക്കമുള്ള സംഘടനകൾ അത് തിരിച്ചറിയുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. KP സാനു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ ABVPയുടെ ഇടപെടലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണഗണങ്ങൾ നേതൃത്വം വിശദീകരിക്കുകയും ആ ഒരു തിരിച്ചറിവിലേക്ക് ഒടുവിൽ സർക്കാർ എത്തുകയുമാണ് ചെയ്തത്. കാരണം നഷ്ടപ്പെടുത്തിയാൽ കോടികളുടെ നഷ്ടമാണുണ്ടാവുക. അതും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു നഷ്ടപ്പെടുത്തലായിരിക്കും അത്. പക്ഷേ അതൊടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു സർക്കാർ, വിദ്യാഭ്യാസ മന്ത്രി. അതുതന്നെയാണ് ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിന് പിന്നിൽ. കൃത്യമായിട്ട് PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിന് പിന്നിൽ ABVPയുടെ ഇടപെടലുണ്ട്. ABVPയുടെ കൂടി വിജയമാണിതല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഈ ഒരു നാൾ വഴികൾ പരിശോധിക്കുമ്പോഴത്തേന് ABVP നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അവർ കൊണ്ടിട്ടുള്ള പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക വഴി വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂലമായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു പരിവർത്തനം, ആ പരിവർത്തനം അത് ഇപ്പോൾ പല സ്കൂളുകളും ക്ലാസ് വലിയ രീതിയിൽ സംവിധാനങ്ങളുണ്ടെന്നൊക്കെ സർക്കാർ അവകാശപ്പെടുമ്പോഴും തുടർച്ചയായിട്ടുണ്ടാകുന്ന വീഴ്ചകൾ, ഇത്തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നെല്ലാം മാറ്റാൻ വലിയൊരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലേക്കും ഈ ഒരു പദ്ധതിയിലൂടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ ഇതിന്റെ ഗുണഫലങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഇതിനെ എതിർത്തിരുന്ന, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന CPM അടക്കം ഇതിന്റെ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ട്രാക്കിലേക്ക് എത്തപ്പെട്ടത് തന്നെ ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമൂലമായിട്ടുള്ള മാറ്റം, പരിവർത്തനം അടക്കം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കിയതോടുകൂടിയാണ് ABVP ഈ പദ്ധതി ആദ്യം വരുമ്പോൾ തന്നെ അതിന്റെ എല്ലാ വശങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ സമര പോരാട്ടങ്ങളിലടക്കം അവരത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നതാണ്. ഓരോ വിഷയങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഏതൊക്കെ തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ABVPയുടെ ഓരോ സമരഘട്ടങ്ങളിലും അവർ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഘട്ടങ്ങളിലൊന്നും ഇതൊന്നും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ തയ്യാറായില്ല. എന്തായാലും അത് അവസാനം അവരത് അംഗീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്ന അവർ അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഈ പദ്ധതി നടപ്പിലാക്കുക വഴി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാൻ പോകുന്ന വലിയൊരു പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ വകുപ്പിന് അത് എത്രത്തോളം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള മാറ്റം, ആ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാക്കുമെന്ന് അവർ കൃത്യമായി പഠനത്തിലൂടെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അവരെത്തുന്നത്, ഒപ്പിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ABVPയുടെ സമര വിജയം എന്ന് തന്നെ വേണം നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ നടത്തിയിട്ടുള്ള പോരാട്ടം, അവരെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള കൊടിയ മർദ്ദനങ്ങളടക്കം അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയിലേക്ക് സംസ്ഥാനം എത്തുന്നതോടുകൂടി യാഥാർത്ഥ്യമായിട്ടുള്ളത്. KP സാനു, സാനു സൂചിപ്പിച്ചതുപോലെ തന്നെ, അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ AYFന്റെ ഒരു ഇടപെടൽ, അവർ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് സമരം ചെയ്യേണ്ട ഒരു വിഷയമല്ല, അഭിനന്ദിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം
വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് PM-ശ്രീ. ആ പദ്ധതിയിലാണ് സർക്കാർ ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്, അഭിനന്ദിക്കുകയാണ് വേണ്ടത്, ആഹ്ലാദിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ, എത്രത്തോളം മാറ്റം ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ABVP തന്നെ ഈ AYFന്റെ ഭാഗത്തുള്ള സമരത്തെ അവർ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. അവർ നടത്തുന്ന ഈ സമര പോരാട്ടങ്ങൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്? ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ PM-3 പദ്ധതി പോലുള്ള പദ്ധതിയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അത് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ആ പദ്ധതിയെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കുമ്പോൾ കേരളം എന്തുകൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കണം? അതാണ് ABVP ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് അടക്കം നടക്കുന്ന AYFന്റെ സമരം ഇന്നലെ തൃശ്ശൂരിൽ നടന്നിരുന്നു. സമാനമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലേക്ക് അവർ സമരം നടത്തിയിരുന്നു. DEO അടക്കം തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇത്തരത്തിലുള്ള സമരങ്ങൾ അതൊരിക്കലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗുണകരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഭൂഷണമാവില്ല, അല്ലെങ്കിൽ അതിന്റെ തകർച്ചയിലേക്ക് മാത്രം നയിക്കും. ഇത്തരത്തിലൊരു പദ്ധതി നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പദ്ധതി വരുമ്പോൾ അതിനെ എതിർക്കുക വഴി അത് വലിയൊരു തിരിച്ചടി ഈ സംസ്ഥാനത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അടക്കം വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും. ഒപ്പം തന്നെ ഈ വരാൻ പോകുന്ന പണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒപ്പം തന്നെ വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അത് മുതൽക്കൂട്ടാകും എന്നും ഇവർ പറയുന്നു. ഒപ്പം തന്നെ ഇവർ ആശങ്കയോടുകൂടി ഈ AYF മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. ഒപ്പം ഈ അതായത് സിലബസ് എങ്ങനെ വേണമെന്നുള്ളത് അത് ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതല്ല, അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ഒന്നാണ്. അതായത് കരിക്കുലം അടക്കം തീരുമാനിക്കുന്ന സംസ്ഥാനമാണ്. അത്തരത്തിൽ ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ABVP വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ AYF നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ പൂർണ്ണമായിട്ടും ABVP തള്ളുകയാണ്. അതിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ABVP അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ്. PM-ശ്രീ നടപ്പിലാക്കിയതിന് പിന്നിലുള്ള ABVPയുടെ സമരവിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തി തൃശൂർ നഗരത്തിൽ ABVP പ്രവർത്തകരുടെ പ്രകടനം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് അഭിനന്ദനവും പ്രതീകാത്മകമായി ഇവർ രേഖപ്പെടുത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.